നമ്മുടെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതാണ്. എന്താണ് സ്ക്വയർ റൂട്ട്? നമ്മുടെ 7ാം ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് സ്ക്വയർ റൂട്ട്, വർഗ്ഗമൂലം കണ്ടുപിടിക്കുക അല്ലേ. നമ്മളിൽ നിങ്ങൾക്കിടയിൽ പലർക്കും ഈ ഒരു സംഭവം വ്യക്തമായിട്ടും അറിയില്ല. ഇന്നും 10ാം ക്ലാസ് എക്സാം അല്ലേ, അതായത് എസ് എൽ സി പബ്ലിക് എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളൂ. ഇപ്പോഴും അറിയാത്ത അനേകം കുട്ടികളുണ്ട്, അതിൽ ഏത് സംശയവും വേണ്ട. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒത്തിരി കുട്ടികളുണ്ടാവും. നമുക്ക് ഇന്ന് നോക്കേണ്ടത് 4 ഡിജിറ്റ് വരെയുള്ള, ഞാൻ കുറച്ച് നമ്പേഴ്സായി ബോർഡിൽ എഴുതിയിട്ടുണ്ട് കണ്ടല്ലോ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, എളുപ്പത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാനിതിനെ ആ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച് കുറേ സമയം ഇങ്ങനെ വേസ്റ്റ് ആവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറേ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അതിന് വേണ്ടിയാണ് 4 ഡിജിറ്റ് നമ്പേഴ്സാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. 4 ഡിജിറ്റ് നമ്പേഴ്സ്. 2 ഡിജിറ്റ് നമ്പറും ഉണ്ട് അല്ലേ. 256, ഇനി അടുത്തെന്താണ് 441, ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് ഇല്ലേ. 1024, 1024, ഇനി അടുത്ത 729, 256, 441, 1024, ഇനി 729, 1444, 1024 അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 256 എന്താണ് 256? നമുക്ക് തുടങ്ങാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യത്തെ നമ്പർ നമുക്ക് നോക്കാം, എന്താണ് 256 ആണ്. അപ്പോൾ 256 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ 256 നമ്മളെ പെട്ടെന്ന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും അല്ലേ, എന്താണ് വേർഡ്സ് നമ്മൾ എങ്ങനെ പറയുന്നത്? 256. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പറയും 441, അങ്ങനെ പറയും 441. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനെന്താ പറയുക 1024, അതിന് നമ്മൾ 1024 എന്ന് പറയില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പറയാറില്ല അല്ലേ. 1024 അതിനെ പറയും. ഇവിടെ ഒരു 0 അല്ലേ, 10. പക്ഷേ നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെ ഗ്രൂപ്പ് ആക്കണം. എന്താണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്? ഗ്രൂപ്പ് ആക്കുകയാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ കുറേ നമ്പേഴ്സ് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പ്രോഡക്റ്റുകൾ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് അല്ലേ. ആ നമ്പർ കൊണ്ട് ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 24ന് 24 ഉണ്ട്, അല്ലെങ്കിൽ 76നെ 76 കൊണ്ട്, 81നെ 81 കൊണ്ട്, അങ്ങനെ കിട്ടുന്നതിൻ്റെ പ്രോഡക്റ്റ്സാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഞാൻ ഇങ്ങനെ കുറേ നമ്പർ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം 256 അല്ലെ 256. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിൽ രണ്ട് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, 2 ഡിജിറ്റുകൾ ഉണ്ടായിരിക്കണം കേട്ടോ. ഓരോ ഗ്രൂപ്പിലും എത്ര വേണം? 2 ഡിജിറ്റുകളായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോഴേ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വലതുവശത്ത് നിന്നും എന്ത് ചെയ്യുക, ലെഫ്റ്റിലോട്ട് അല്ലേ, റൈറ്റിൽ നിന്ന് എവിടേക്കാണ്? ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് തിരിക്കുമ്പോഴേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റിൽ നിന്ന് എവിടേക്കാണ്? ലെഫ്റ്റിലേക്ക്. 256 അല്ലേ. അത് എന്തുകൊണ്ടാണ് 256 വരാൻ കാരണം? 2 വീതമുള്ള ഗ്രൂപ്പുകളായിട്ടാണ്. ഒരു ഗ്രൂപ്പിൽ എത്ര ഡിജിറ്റുകൾ ഉണ്ടാവണം? 2. അപ്പോൾ 256ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 256 നമ്മൾ എന്താ പറയുക? 2,56. എന്തുകൊണ്ടാണ്? നമ്മളെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ്, ഇതെന്താണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കും? 2 ഗ്രൂപ്പ്. 4 ഡിജിറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കും? 2 ഗ്രൂപ്പ്. 5 ഡിജിറ്റ് ഉണ്ടെങ്കിൽ എത്ര ഗ്രൂപ്പ് വരും? അതിനകത്ത് 3 ഗ്രൂപ്പ് വരും. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇത് ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. 3 ഡിജിറ്റ് നമ്പറിൽ എത്ര ഗ്രൂപ്പ് ആക്കാം? നമുക്ക് അതിനെ 2 ഗ്രൂപ്പ് ആക്കാം. ഒരു 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിനെ എത്ര ഗ്രൂപ്പ് ആക്കാം? നമുക്ക് 2 ഗ്രൂപ്പ് ആക്കാം. ഒരു 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് എത്ര ഗ്രൂപ്പ് ആക്കേണ്ടി വരും? അതിനെ 3 ഗ്രൂപ്പ് ആക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാകണം? 3 ഡിജിറ്റുള്ള, അതായിരിക്കും എൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? ആൻസർ 2 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കും. നമുക്ക് എളുപ്പത്തിന് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സ്ക്വയറുകൾ പഠിച്ചു വയ്ക്കുക, ഇപ്പോഴത്തന്നെ പഠിക്കുക. 1 × 1 1. ഇനി 2 × 2 എത്ര? 4. 3 × 3 എത്രയാണ്? 9. 4 × 4 എത്രയാണ്? 16. 5 × 5 എത്ര? 25. 6 × 6 36. 7 × 7 49. 8 × 8 64. 9 × 9 81. ഇതൊരു മതി. ഇനി 10 × 10 100ലേക്ക് നമുക്ക് പോകണ്ട. കാരണം ഇവിടെ വേറൊരു കാര്യമുണ്ട്, 1 × 1 കൊടുത്തിട്ടുണ്ട്. അതിൽ 10ലെ ഒരു ഡിജിറ്റാണ് 1. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്.
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക, വേറെ ഒന്നും വേണ്ട. സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പഠിച്ചു വയ്ക്കുക. 1ൻ്റെ സ്ക്വയർ എത്ര 1, 2ൻ്റെ സ്ക്വയർ എത്ര 4, 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ എത്രയാണ് 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ എത്രയാണ് 81. അതായത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് വേറെ ഒന്നുമല്ല. 1 മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വരുമ്പോൾ കുറേ സമയം നിങ്ങൾ എന്ത് ചെയ്യും, ഇതിന് വേണ്ടി നിങ്ങൾ വേസ്റ്റ് ആക്കും അല്ലേ. എന്താണ് കുറേ നമ്പേഴ്സ് കൊണ്ട് തന്നെ ഇൻഡു ചെയ്തുകൊണ്ടിരിക്കും, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടൈം അത്രയും എന്ത് ചെയ്യും, വേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് സെക്കൻഡുകൾ കൊണ്ട്, അതായത് കൂടിപ്പോയാൽ എത്ര സെക്കൻഡ് എടുക്കുള്ളൂ, ഒരു 30 സെക്കൻഡ്, അതായത് അര മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ ഇത് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴും തന്നെ ശ്രദ്ധിച്ചിരിക്കുക, നോക്കുക ഇത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നോക്കുക. കണ്ടല്ലോ, 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ, ഇത്രയും കാണാൻ പഠിക്കാൻ പറ്റുമല്ലോ അല്ലേ. നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഏത് മുതൽ ഏതുവരെ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ മാത്രം പഠിച്ചു വയ്ക്കുക. കേട്ടല്ലോ, ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അത് പഠിക്കുക. അപ്പോൾ നമ്മളെല്ലാം ഈ പറയുന്ന 4 ഡിജിറ്റുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് നമുക്ക് കഴിയും. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ 256 എന്ന് പറയുന്നത്, അപ്പോൾ 256 ഞാൻ ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ 2 ഡിജിറ്റ്, അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ഇല്ല അല്ലേ. ഒരു ഗ്രൂപ്പിൽ എത്ര എണ്ണം വേണം, എത്ര നമ്പർ ഡിജിറ്റുകൾ ഉണ്ടായിരിക്കണം 2. അപ്പോൾ അത് പോയി. ഇനി അടുത്ത ഗ്രൂപ്പിൽ എത്രയേ ഉള്ളൂ, 2 ഉള്ളൂ. അപ്പോൾ 1 ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ 2 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇവിടെ നിന്നാണ് ഗ്രൂപ്പ് എണ്ണേണ്ടത് 1, 2. അപ്പോൾ ഈ 2 ഇനി നമ്മൾ ഇവിടെയാണ് നോക്കേണ്ടത്. കണ്ട, അവിടുത്തെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ 2-നകത്ത് വരുന്ന സ്ക്വയർ ഇതിനകത്ത് ഏതാണ് നോക്കുക. 2-നകത്ത് വരുന്ന ഏതാണ്, 1 ആണോ 4 ആണോ. 2-നകത്ത് വരണം അല്ലേ, അത് എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 2-നകത്ത് വരുന്ന നമ്പർ 4 അല്ല, എത്രയാണ് 1. അതിൻ്റെ റൂട്ട് എത്രയാണ് 1. മനസ്സിലായല്ലോ. അതിൻ്റെ റൂട്ട് എത്രയാണ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് അവിടെ മുതലാണ് നോക്കേണ്ടത്, 2ാം ഗ്രൂപ്പ് മുതലാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഗ്രൂപ്പിലെ നമ്പർ എത്രയാണ് 2 ആണ്. ആ 2-നകത്ത് വരുന്ന നമ്പർ ഏതാണ് 4 അല്ല, പിന്നെ ഏതാണ് 1 ആണ്. അപ്പോൾ 1ൻ്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത്, ഏതാണ് സ്ക്വയർ റൂട്ട്, എത്രയാണ് 1. അതവിടെ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കേണ്ടത് 6-ലാണ് അത് അവസാനിക്കുന്നത്. മനസ്സിലായല്ലോ. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്, അത് ഏതിൽ അവസാനിക്കുന്നു നോക്കുക കേട്ടോ. ഏതിലാണ് അവസാനിക്കുന്നത്, 6-ലാണ് അവസാനിക്കുന്നത്. ഈ നമ്പർ 6, ഈ ഇടയ്ക്കുള്ള 5 നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ 6-ൽ അവസാനിക്കുന്നു. 6-ൽ അവസാനിക്കുമ്പോൾ 2 നമ്പേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. 1-ൽ എത്ര നമ്പേഴ്സ് അവസാനിക്കുക, 1-ൽ അവസാനിക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്, 1 അല്ലെ 81. അതിൻ്റെ റൂട്ട് എത്ര 1, ഇതിൻ്റെ റൂട്ട് എത്ര 9. കണ്ടല്ലോ, ഇങ്ങനെയാണ് സെലക്ട് ചെയ്യണം. ഇനി 4-ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 4-ൽ അവസാനിക്കുന്നത് ഒരു 4 ഉണ്ട്, കണ്ടോ 64 ഉണ്ട്. 4ൻ്റെ റൂട്ട് എത്ര 2, 64ൻ്റെ റൂട്ട് എത്ര 8. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി 9-ൽ അവസാനിക്കുന്ന 2 നമ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ ഒരു 9 ഉണ്ട്, ഇവിടെ ഒരു 49 ഉണ്ട്. ഇനി അടുത്ത് 5-ൽ അവസാനിക്കുന്ന നമ്പർ അത് എന്തേ കാണുള്ളൂ, 1 കാണുള്ളൂ. എളുപ്പമാണ് അത് കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് എത്രയാണ്, ഒന്നാമത്തെ ഇവിടുത്തെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതാണ് 1 ആണ്. 6-ൽ അവസാനിക്കുമ്പോൾ ഇനി അടുത്ത് ഏതാ നോക്കേണ്ടത്, നമ്മൾ 2 നമ്പേഴ്സ് സെലക്ട് ചെയ്യേണ്ടി വരും. ഒന്ന് 16, പിന്നെ എന്താണ് 36. മനസ്സിലായാലും ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടി വരുന്നത്, ഒന്ന് 16, മറ്റെന്താണ് 36. ഇനി ചെയ്യേണ്ടത് 16ൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ അത്രയാണ് 4. അപ്പോൾ അത് 14 മാറി. ഇനി വീണ്ടും 2 നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. ഇനി അടുത്ത് വീണ്ടും 1-നോട് കൂടി 6-ൽ അവസാനിക്കുന്ന ഏതാണ് 36, അതിൻ്റെ റൂട്ട് എത്ര 6. പിള്ളേരെ മനസ്സിലായോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യം കിട്ടിയ എത്രയാണ് 14, രണ്ടാമത് കിട്ടിയ എത്രയാണ് 16. 14, 16 4 ഡിജിറ്റുള്ള അല്ലെങ്കിൽ 3 ഡിജിറ്റുള്ള നമ്പറിൻ്റെ കാര്യമാണ് ഇനി പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ അതിനെ നമ്മൾ ചെയ്ത് സോർട്ട് ചെയ്യുന്നു, അതിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്തിട്ട് 1-ാം ഗ്രൂപ്പ് 2-ാം ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഈ 2-ാം ഗ്രൂപ്പ് മുതലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 2-ാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2, ആ 2-ാം ഗ്രൂപ്പിലെ ആ നമ്പർ ഏതാണ് 2 ആണ്. 2-നകത്ത് വരുന്ന നമ്പർ ഏതാണ് 1. 1ൻ്റെ റൂട്ടാണ് എടുക്കേണ്ടത്, സ്ക്വയർ റൂട്ടാണ് എടുക്കേണ്ടത്. എത്രയാണ് ആ 1 നമ്മൾ സെലക്ട് ചെയ്യും. ഇനി 6-ൽ അവസാനിക്കുന്ന നമ്പർ ഏതൊക്കെയുണ്ട്, 6 അപ്പോൾ ഒരു 4 ഉണ്ട്, 36ൻ്റെ 6 ഉണ്ട്. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. ഈ സൈഡിലാണ് എടുക്കേണ്ടത്, ഇതാണ് എടുക്കേണ്ടത്. 4, 6, 4 കൊടുത്തു, 6 കൊടുത്തു. ഒന്നാമത്തതിന് ഏതൊരു മാറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നതിന് മാറ്റം, രണ്ടാമത്തതിന് മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഒരു മാറ്റം വരാൻ സാധ്യതയുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 14, 16 എടുത്തു. 14 നിങ്ങൾ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അല്ലേ. അതിൻ്റെ 14ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 14 × 14. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 196. 14 × 14 എത്രയാണ് 196 ആണ്. അപ്പോൾ ആണോ, അല്ല. ഇനി അടുത്ത അതുകൊണ്ട് നിങ്ങൾ ഇനി 16-നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട. അതിൻ്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും, ഉറപ്പായിരിക്കും. എത്രയാണ് ആൻസർ 16. മനസ്സിലായല്ലോ. നിങ്ങൾ 14-നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, അപ്പോൾ അത് കിട്ടിയില്ല. കിട്ടാത്ത ആൻസർ എത്ര കിട്ടി,
196 കിട്ടി നോക്കിയാൽ 196 ആണ്. അപ്പോൾ അതല്ല, ഒന്നാമത് കണ്ടുപിടിച്ചതല്ല, പിന്നെ എത്രയാണ്? രണ്ടാമത്തെയാണ് ആൻസർ. നമുക്ക് അത് തന്നെയാണ് ആൻസർ. അതിലാരും സംശയം നിങ്ങൾ ചെയ്യാൻ പോയിട്ട് നിൽക്കരുത്. പെട്ടെന്ന് ആൻസർ ചെയ്യുക, അടുത്ത ക്വസ്റ്റിലേക്ക്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 441. എന്താണ് 441? സ്ക്വയർ റൂട്ട് ഓഫ് 441. 441 എന്ന് പറയുമ്പോഴേ ഞാൻ ഈ പറഞ്ഞ പോലെ 441 അല്ലേ, 4,41. ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ എത്ര ഡിജിറ്റുകളാണ്? 2. ഇതിലെത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. കാരണം 4 ഡിജിറ്റ് ഉണ്ടായിരുന്നു, 2 കണ്ടേനെ. ഇത് 4. 4-നകത്ത് വരുന്ന നമ്പറാണ് എടുക്കാവൂ. 4 4-നകത്ത് വരുന്ന നമ്പർ. അപ്പം 4-നകത്ത് വരുന്ന നമ്പർ 1 വരാം, അല്ല മാക്സിമം അല്ലേ. 4 വരുന്നുണ്ട്. 9 വരില്ല, അപ്പോൾ 4 ആണ്. 4ൻ്റെ റൂട്ട് എത്ര? 2. ഉറപ്പാണ്. ആദ്യത്തെ ഡിജിറ്റ് നമുക്ക് കിട്ടിക്കഴിയും. 2 തന്നെയാണ്. നമ്മൾ 2 നമ്പർ കണ്ടുപിടിക്കുമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ 2 എടുത്തിട്ട് 2 ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. എത്രയിലാണ് അവസാനിക്കുന്നത്? 1-ലാണ് അവസാനിക്കുന്നത്. എത്രയിലാണ് അവസാനിക്കുന്നത്? 1. 1-ൽ അവസാനിക്കുന്ന നമ്പർ ഉറപ്പായിട്ട് എത്ര എണ്ണം കാണും? 2 എണ്ണം കാണും. ഇവിടെയും കാണും, ഇതാ അടപ്പുണ്ട്, ഇവിടെയും കാണും. ഉറപ്പായിട്ടും കാണും 2 എണ്ണം. മനസ്സിലായി? അപ്പോൾ ഈ 1ൻ്റെ റൂട്ട് എത്രയാണ്? 1. ഈ 81ൻ്റെ റൂട്ട് എത്രയാണ്? 9. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9. മനസ്സിലായല്ലോ? ആദ്യത്തേത് ഏതൊരു മാറ്റവും ഇല്ല, എത്ര തന്നെയാണ്? 2 ആണ്. 4ൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര കിട്ടി? ആൻസർ 2 കിട്ടി. 4ൻ്റെ റൂട്ട് എന്ന് പറയും, അതാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ 2. ഇനി 1-ൽ അവസാനിക്കുമ്പോൾ എത്ര നമ്പേഴ്സ് വരും? ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ വരുന്നത് എത്ര? 1. ഇവിടെ വരുന്നത് ഏതാണ്? 81. അപ്പോൾ 1ൻ്റെ റൂട്ടാണ് എടുക്കേണ്ടത് 1. അതുപോലെ 81ൻ്റെ റൂട്ടാണ് എടുക്കേണ്ടത് എത്ര? 9. മനസ്സിലായോ? അപ്പോൾ ഒന്നുകിൽ 21 ആയിരിക്കും, അല്ലെങ്കിൽ 29 ആയിരിക്കും. നമുക്ക് നോക്കാം. 21 × 21. കിട്ടിയില്ല ആൻസർ അല്ലേ? അപ്പോൾ ഏതല്ല? ഇതിനങ്ങ് വെട്ടിക്കളയുക, വേണ്ട, അതല്ല ആൻസർ. അപ്പോൾ അതിൻ്റെ റൂട്ട് എത്രയാണ്? 21. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1024. 1024. 1024. നമുക്കതിനെ ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? ഗ്രൂപ്പ് ചെയ്യുമ്പോഴേ 1024 അത്ര 10 24. സിമ്പിളായിട്ട് പെട്ടെന്ന് ഇനി പറഞ്ഞു തരും. ഇനി നിങ്ങൾ വേഗം ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് ഈ സംഭവം ഓടി എത്തിക്കൊള്ളണം കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ വരണം. 10-10-നകത്ത് വരുന്ന നമ്പർ ഏതാണ്? 9. 9ൻ്റെ റൂട്ട് എത്ര? 3. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ഇനി അടുത്ത 24. 4-ൽ അവസാനിക്കുന്നത് ഏതൊക്കെയാണ്? അതിൻ്റെ റൂട്ട് എത്ര? 2. ഇതടപ്പുണ്ട്. 64ൻ്റെ റൂട്ട് എത്ര? 8. ഒന്നിൽ 2 അല്ലെങ്കിൽ 8. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 8. നോക്ക്, 32നെ നമുക്ക് ആദ്യം 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 64 6 9 4 2 1 0. അപ്പോൾ ആൻസർ എത്രയാണ്? 1024. കിട്ടിയില്ല ആൻസർ. അപ്പോൾ ഏതല്ല? 38 അല്ല. ഏതാണ് നമുക്ക് ആൻസർ? 30. നമ്മൾ എത്ര അര മിനിറ്റ് എടുത്തോ? 30 സെക്കൻഡ് എടുത്തോ? 30 സെക്കൻഡ് പോലും അല്ലേ? 30 അര മിനിറ്റ് പോലും നമ്മൾ എടുത്തില്ല. കണ്ടല്ലോ എന്ത് പെട്ടെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ ആൻസർ എത്രയാണ്? 32 ആണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത് നോക്കുക 729. സ്ക്വയർ റൂട്ട് ഓഫ് 729. 7,29 എന്നാണ്. അപ്പോൾ 7-നകത്ത് വരുന്ന നമ്പർ ഏതാണ്? 9 അല്ല, 4 ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എത്ര? 2. ഇനി 9-ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആയിക്കൊണ്ട് ഇവിടെ താഴെപ്പുണ്ട്, പിന്നെ ഇവിടെ 49 ഉണ്ട്. 9 ഉണ്ട്, 49 ഉണ്ട്. 9ൻ്റെ റൂട്ട് എത്ര? 3. 49 റൂട്ട് എത്ര? 7. ഒന്നുകിൽ 3 ആണ്, അല്ലെങ്കിൽ 7 ആണ്. നമുക്ക് 23 ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലേ? 6 4. അപ്പോൾ എത്ര? 9 2 5 അല്ല. അപ്പോൾ ഏത് തന്നെയാണ്? 27 തന്നെയാണ്. നമുക്ക് നോക്കാം. 27 × 27. 729. കണ്ടല്ലോ, അതാണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1764. എന്താണ് 1764? അപ്പോൾ 1764 ആണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ആക്കുമ്പോഴേ എന്താണ്? 17, അത്രയാണ് 64 അല്ലേ? 17,64. ഇനി 17-നകത്ത് വരുന്ന നമ്പർ ഏതായിരിക്കും? ഇവിടെ 16 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ റൂട്ട് എത്ര? 4 അല്ലെങ്കിൽ ഏതാ വരിക?
ഇനി അടുത്ത 44 അല്ലേ, അല്ലേ 4ൽ അവസാനിക്കുന്നു. 4ൽ അവസാനിക്കുന്ന നമ്പർ ഏതൊക്കെയുണ്ട്? ഈ 4 ഉണ്ട്, പിന്നെ ഇവിടെ 64 ഉണ്ട്. ഇതിൻ്റെ റൂട്ട് എത്ര? 2. ഇതിൻ്റെ റൂട്ട് എത്ര? 8. അപ്പോൾ 2, 8. അപ്പോൾ നമുക്ക് ആദ്യം 42നെ നമുക്ക് എന്ത് ചെയ്യാം? 42 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഏതാണ്? 42 ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ 1764 സ്ക്വയർ റൂട്ട് എത്രയാണ്? 42. ഇനി അടുത്ത് 1024 അല്ലേ, 1024. നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ആക്കാം? 10, 24. 10 വരുന്ന നമ്പർ ഏതാണ്? 9 ആണ്. 9ൻ്റെ റൂട്ട് എത്ര? 3. അത് തന്നെ നമ്മൾ 2 പ്രാവശ്യം എഴുതി, രണ്ടിടത്തായിട്ട്. ഇനി അടുത്ത് എത്രയിൽ അവസാനിക്കുന്നത്? 4ലാണ് അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ 4ൽ അവസാനിക്കുന്ന നമ്പർ ഏതൊക്കെയുണ്ട്? ഒരു 4 ഉണ്ട്, ഒരു 64 ഉണ്ട് അല്ലേ. അപ്പോൾ 4ൻ്റെ റൂട്ട് എത്ര? 2. 64ൻ്റെ റൂട്ട് എത്ര? 8. ഒന്നുകിൽ 2 അല്ലെങ്കിൽ എന്താണ്? 8. നമുക്ക് ആദ്യം 32നെ നമുക്ക് എന്ത് ചെയ്യാം? 32 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ. അപ്പോൾ എത്രയാണ് ആൻസർ? 32. കണ്ടോ? അപ്പോൾ ഏതല്ല? 38 അല്ല. ഇതാണ് നമ്മുടെ ആൻസർ. 32 ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് 9025. ഇങ്ങനെ ഗ്രൂപ്പാക്കി 90 വരുന്ന നമ്പർ ഏതാണ്? 81. അതിൻ്റെ റൂട്ട് എത്ര? 9. 5ൽ അവസാനിച്ചാൽ എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അതിൽ ഏതൊരു സംശയമില്ല. വേറെ ഇതിനകത്ത് ഒരു കണ്ടോ, ഒന്ന് മാത്രമല്ലേ, ഒരു നമ്പറല്ലേ വരുന്നുള്ളൂ. 5ൽ അവസാനിക്കുന്ന നമ്പർ അല്ലേ. യൂണിറ്റ് പ്ലേസിൽ 5 വരുന്നത്, ഇതിനകത്ത് ഏത് മാത്രമേ? 25 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് തന്നെ? 95 ആണ് ആൻസർ. നമുക്ക് നോക്കാം. 95 × 95. വലിയ ആൻസർ എന്താണ്? 9025 കിട്ടി. 95. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1849. 18 അല്ലേ, 40, 1849 റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1849 അല്ലേ. 1849. 18 വരുന്ന നമ്പർ ഏതാണ്? 16 ആണ്. ആദ്യം ഈ സൈഡാണ് നോക്കേണ്ടത്. 16. അതിൻ്റെ റൂട്ട് എത്ര? 4. അപ്പോൾ 2 പ്രാവശ്യം രണ്ടിടത്ത് ഇങ്ങനെ എഴുതുക. ഇനി അടുത്ത് 49. 9ൽ അവസാനിക്കുന്ന നമ്പർ 3 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 7 ഉണ്ട്. ഒന്നുകിൽ 43 ആയിരിക്കും, അല്ലെങ്കിൽ എന്താവും? 47. നമുക്ക് നോക്കാം. കിട്ടിയില്ല ആൻസർ? 1849. അയ്യോ, എത്ര ആൻസർ? 43 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തു. ഇത് ചെയ്തു അല്ലേ. ഇനി 5476. 5476. അപ്പോൾ ഗ്രൂപ്പ് ആക്കുമ്പോൾ 5476. 54 വരുന്ന നമ്പർ ഏതാണ്? 54 വരുന്ന നമ്പർ ഏതാണ്? 49 അല്ലേ. 64 ഏതാ വരുന്നത്? 64 കൂടി പോയി. അപ്പോൾ ഏതാ? 49. അതിൻ്റെ റൂട്ട് എത്ര? 7. ഇനി അടുത്ത് ഏതിൽ അവസാനിക്കുന്ന നമ്പർ എടുക്കുന്നത്? 6ൽ അവസാനിക്കുന്ന നമ്പർ ഏതൊക്കെയുണ്ട്? 16, പിന്നെ ഏതാണ്? 36. 16ൻ്റെ റൂട്ട് എത്ര? 4. എത്ര? 6. 4, പിന്നെ എത്ര? 6. ഇനി 74 × 74 നോക്കാം. കിട്ടിയില്ല ആൻസർ? 5476. അപ്പോൾ ഏതല്ല? 76 അല്ല, 74 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4761. 4761.
47 വരുന്ന നമ്പർ ഏതാണ്? 49 ആണോ? അയ്യോ അല്ല, എന്താണ്? 36. ഏതാണ് നമ്പർ? ഇത് 49 ആയിപ്പോയി. ഇതിനകത്ത് വരണം. ഏതാണ്? 36 ആണ്. 36ൻ്റെ റൂട്ട് എത്ര? 6. 1 അല്ല, എന്നിട്ട് ഇവിടെ 1-ലാണ് അവസാനിക്കുന്നത് അല്ലേ? 1-ൽ അവസാനിക്കുമ്പോൾ ഏതാണ് നമ്പർ? ഈ 1 ഉണ്ട്, 81 ഉണ്ട്. 1ൻ്റെ റൂട്ട് എത്ര? 1. 81ൻ്റെ റൂട്ട് എത്ര? 9. ഒന്നുകിൽ 61 ആയിരിക്കും. 61 × 61. 3721 അല്ല. അപ്പോൾ അതല്ല. അപ്പോൾ ഏത് തന്നെയാണ്? 69 ആണ് ആൻസർ. അതിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം കിട്ടിയില്ലെങ്കിൽ അടുത്തതായിരിക്കും ആൻസർ. നമുക്ക് നോക്കാം. ആൻസർ 4761. ഇതിൻ്റെ ആൻസർ 4761 അല്ലേ? എൻ്റെ റൂട്ട് എത്ര? 69. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 6084. അല്ലേ? 84. 60-കകത്ത് വരുന്ന നമ്പർ ഇവിടെ ഏതാണ്? 49. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ത് തന്നെയാണ്? 7 തന്നെയാണ്. ഇനി അടുത്ത കണ്ടുപിടിക്കാം. 4-ലാണ് അവസാനിക്കുന്നത്. 4-ൽ അവസാനിക്കുമ്പോൾ ഏതൊരു 2 വരും, 8 വരും. 2 8. ഒന്നുകിൽ 72 × 72 അല്ലെങ്കിൽ 78 × 78. അല്ല, അപ്പോൾ അതല്ല. അപ്പോൾ ഏതാണ് ആൻസർ? ഇവിടെ 5184. നമുക്കിവിടെ വേണ്ടത് 78 ആയിരിക്കും ആൻസർ. 78 × 78. ഫോർ 4806 കിട്ടിയില്ല ആൻസർ. 6084. അപ്പോൾ 70. അയ്യോ, അവരുടെ ആൻസർ ഏതായിരുന്നു? 78. ഏതായിരുന്നു ആൻസർ? 78. ഇനി അടുത്ത ശരിയല്ലേ? 78 അല്ലായിരുന്നു ആൻസർ. 78. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 7396. 7396. അപ്പോൾ എന്താ പറയുക? 7396. 73ക്ക് അടുത്ത നമ്പർ ഏതാ? 64. 81 അല്ല, പിന്നെ ഏതാണ്? 64. അതിൻ്റെ റൂട്ട് എത്ര? 8. 6-ൽ വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 16 ഉണ്ട്, 36 ഉണ്ട്. അതിൻ്റെ റൂട്ട് എത്ര? 4. ഇതിൻ്റെ റൂട്ട് എത്ര? 6. ഒന്നുകിൽ 84 ആയിരിക്കും ആൻസർ, അല്ലെങ്കിൽ 86 ആയിരിക്കും. 84 × 84. 6507. 7056. അപ്പോൾ അതല്ല. അപ്പോൾ ഏത് തന്നെയാണ് ആൻസർ? 86 ആയിരിക്കും. നമുക്ക് നോക്കാം. സിക്സ് 937. 7396. അതിൻ്റെ റൂട്ട് എത്രയാണ്? 86. ഇനി അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1296. അപ്പോൾ 12,96. 12-നകത്തൂടെ നമ്പർ ഏതാണ്? 12-നകത്തൂടെ നമ്പർ 9. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് ഏത് തന്നെയാണ്? 3 ആണ്. ഇനി അടുത്ത 6-ൽ അവസാനിക്കുമ്പോൾ ഏതൊക്കെ വരും? 16 ഉണ്ട്, പിന്നെ ഏതാണ്? 36 ഉണ്ട്. 16ൻ്റെ റൂട്ട് എത്ര? 4. 36ൻ്റെ എത്രയാണ്? 6. ഒന്നുകിൽ 34 അല്ലെങ്കിൽ 36. 34 × 34.
6511 അല്ലേ? അപ്പോൾ ഇവിടെ ഇതാണ് 1156 ആണ്. അപ്പോൾ അല്ല അല്ലേ, 34 അല്ല. അപ്പോൾ എന്തായിരിക്കണം? 36 ആയിരിക്കണം. അപ്പോൾ കിട്ടിയല്ലോ ആൻസർ. എത്ര കിട്ടിയത്? 1296ൻ്റെ റൂട്ട് എത്ര കിട്ടിയത്? സ്ക്വയർ ഓഫ് 1296 ഈസ് ഈക്വൽ ടു 36 ആണ് എൻ്റെ റൂട്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതാണ്. ഇത് മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒത്തിരി എളുപ്പ വഴികളുണ്ട്. ഇതൊന്നും ആരും പെട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ സത്യം എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് തന്നെ കുറേ കള്ളത്തരങ്ങളുണ്ട്. എല്ലാം ഇപ്പം അങ്ങ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആ ഒരു ഇതിൽ പോകണ്ടെന്ന് വിചാരിക്കുന്നവരും കാണണം. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എല്ലാത്തിനും ഒരു എളുപ്പ വഴിയുണ്ട്. ഈസിയായിട്ട് നമുക്ക് പഠിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇതാണ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കണ്ടുപിടിക്കേണ്ട രീതിയാണ് സ്ക്വയർ റൂട്ട്. അപ്പോൾ ഇനി ഈ എപ്പിസോഡ് കണ്ടിട്ട് ആർക്കും ഇനി ഇത് അറിഞ്ഞുകൂടാന്ന് പറയരുത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പർ ഏതാണ്? 8111827278. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ആകണം. ഇനി അടുത്ത് 361 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? 361 അല്ലേ? 3,61 മൂന്നിനകത്ത് വരുന്ന നമ്പർ ഏതാ അല്ലേ? 1 × 1 1 ആയിരുന്നു. അപ്പോൾ 3ക്കകത്ത് വരുന്ന നമ്പർ ഏതാണ്? 1. അപ്പോൾ 1 എടുത്തു. ഇതിനടുത്ത് വീണ്ടും അവിടെ അവസാനിക്കുന്ന ഏതിലാണ്? 1ലാണ് അവസാനിക്കുന്നത്. ഒന്നിൽ 1 അല്ലെങ്കിൽ എന്താണ്? 81 അല്ലേ? 1 റൂട്ട് എത്ര? 1. 81 റൂട്ട് എത്ര? 9. ഒന്നുകിൽ 11 അല്ലെങ്കിൽ എത്ര? 19. 11 × 11 അറിയാം എത്ര? 121 അല്ല, 19 × 19 അല്ലേ? കിട്ടിയില്ല ആൻസർ? 361. അത്ര 19 ആണ് എൻ്റെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടൊക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ പറയുക, ഇങ്ങനെ ക്ലാസ് നടക്കുന്നുണ്ട്. എളുപ്പവഴിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ടിപ്സൊക്കെ ഒരു സാർ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കതുകൊണ്ട് ആ ചാനൽ കയറി കാണണം. അഡ്രസ് പാവൂലി സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ചെയ്യണം എന്നൊക്കെ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, തെരുവ് മാത്രം വിളിക്കരുതാണ്. ഓക്കെ, താങ്ക് യു.